ഇപ്പോൾ പഞ്ചാരക്കൊല്ലിയിൽ രാധയുടെ വീട് സന്ദർശിച്ച ശേഷം കുടുംബാംഗങ്ങളെ കണ്ടതിന് ശേഷം പ്രിയങ്ക ഗാന്ധി വീടിന് പുറത്തേക്ക് വരികയാണ്. മറ്റു കോൺഗ്രസ് നേതാക്കളോടൊപ്പം പ്രിയങ്ക ഗാന്ധി പുറത്തേക്ക് വരികയാണ്. രാധയുടെ ഭർത്താവിനെയും മക്കളെയും കണ്ടിരുന്നു, അവരുമായി സംസാരിച്ചിരുന്നു, കുടുംബത്തോടൊപ്പമുണ്ട് എന്ന് കുടുംബാംഗങ്ങൾക്ക് പ്രിയങ്ക ഗാന്ധി ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതിനുശേഷം വീടിന് പുറത്തേക്ക് വരികയാണ്. ഈ ഘട്ടത്തിൽ മാധ്യമങ്ങളോട് പ്രിയങ്ക ഗാന്ധി സംസാരിക്കുമോ എന്നറിയില്ല, പക്ഷേ സാധ്യതയില്ല. എനിക്ക് തോന്നുന്നത് കളക്ടറേറ്റിൽ ഒരു യോഗം, അവലോകന യോഗം നടക്കുന്നുണ്ട്, അതിൽ എം.പിയും പങ്കെടുക്കുന്നുണ്ട്. ആ യോഗത്തിന് ശേഷമായിരിക്കും പ്രിയങ്ക ഗാന്ധി ഒരുപക്ഷെ എന്തെങ്കിലും പ്രതികരണം നടത്തുന്നുണ്ടെങ്കിൽ അത് ആ സമയമായിരിക്കും എന്നാണ് സൂചന. ധാരാളം കോൺഗ്രസ് പ്രവർത്തകരും നാട്ടുകാരും അവിടെ പ്രിയങ്ക ഗാന്ധിയെ കാണാനെത്തിയിരുന്നു. നിവേദനങ്ങളൊക്കെയായാണ് പലരും എത്തിയത്. ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി ആ വീട്ടിൽ നിന്ന് മടങ്ങുകയാണ്. ഏതാണ്ട് ഒരു 20 മിനിറ്റോളം പ്രിയങ്ക ഗാന്ധി അവിടെ ചെലവഴിച്ചിരുന്നു. കളക്ട്രേറ്റിൽ കാണാമെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു എന്നാണ് തോന്നുന്നത്. പ്രിയങ്ക ഗാന്ധി മാധ്യമപ്രവർത്തകരോട് എന്തോ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്, പക്ഷേ അത് പിന്നീട് സംസാരിക്കാമെന്നാണ് മനസ്സിലാക്കുന്നത്. കോൺഗ്രസ് നേതാക്കൾ കെ സി വേണുഗോപാലുണ്ട്, KPCC അധ്യക്ഷനുണ്ട്, MLA ടി സിദ്ദിഖുണ്ട്, അങ്ങനെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ മടങ്ങുകയാണ്. കൽപ്പറ്റയിലേക്കായിരിക്കും പോവുക, കളക്ട്രേറ്റിലേക്കായിരിക്കും പോവുക എന്നാണ് സൂചന. നേരത്തെ ഈ സ്ഥലം MP അവിടെ എത്തുന്നില്ല, MP-യുടെ സാന്നിധ്യ മണ്ഡലത്തിലില്ല എന്നാരോപിച്ച് CPM പ്രവർത്തകർ പ്രിയങ്ക ഗാന്ധി വരുന്ന വഴിയിൽ കരിങ്കൊടി പ്രതിഷേധം നടത്തിയിരുന്നു. ആ പ്രവർത്തകരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തിരുന്നു. MP-യുടെ സാന്നിധ്യ മണ്ഡലത്തിലില്ല എന്നായിരുന്നു CPM-ന്റെ ആരോപണം. അതിനിടയിലാണ് രാധയുടെ വീട്ടിലേക്ക് പഞ്ചാരക്കൊല്ലിയിൽ കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ, ഭർത്താവിനെയും മക്കളെയും മറ്റു ബന്ധുക്കളെയും ഒക്കെ കണ്ട് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി അവിടെ നിന്ന് മടങ്ങുന്നത്. കൽപ്പറ്റയിൽ ഇനി അവലോകന യോഗമുണ്ട്, ആ യോഗത്തിൽ പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കുകയും ചെയ്യും.